ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അബുദാബി മന്ദിറിലേക്കാണ് പോണത്. ഇപ്പോൾ ടൈം അറൗണ്ട് ഒരു 3:30. നമുക്കൊരു 1.5 hour ട്രാവലിംഗ് ഉണ്ട്. സോ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോണത്. സുജു ഉണ്ട്, ബാക്കിൽ ചേച്ചി ഉണ്ട്, അവിടെ അമ്മു ഉണ്ട്, അതേപോലെ തന്നെ സിയ കിടന്നുറങ്ങാണ്, ഉച്ച സമയമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി മന്ദിറിൽ വെച്ച് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ റീച്ചായി. എന്താണ് നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇനി നമുക്ക് മന്ദിറിലോട്ട് പോകാം. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മണലും ചൂടും മാത്രമായിരിക്കും. പക്ഷേ ഈ മരുഭൂമിയുടെ ഹൃദയത്തിൽ ഇന്ന് മനുഷ്യരാശിക്ക് മുന്നിൽ ഒരു വലിയ സന്ദേശവുമായി ഉയർന്നു നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ട്. അത് വെറും ഒരു കെട്ടിടമല്ല, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് UAEയുടെ തലസ്ഥാനമായ അബുദാബിയിലെ ലോകത്തിന്റെ ശ്രദ്ധ നേടിയ ബാബ്സ് ഹിന്ദു മന്ദിരത്തിലാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ മഹത്തായ നിർമ്മിതി അതിന്റെ വലിപ്പം കൊണ്ടു മാത്രമല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. കല്ലിൽ കൊത്തിവെച്ച ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവും വിശ്വാസവുമാണ് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പ്രത്യേകത. 2015 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനിടയിൽ UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഭൂമി അനുവദിച്ചു. ഇത് വെറും ഒരു ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമി നൽകിയ തീരുമാനം മാത്രമായിരുന്നില്ല. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും വ്യത്യസ്ത മതവിശ്വാസങ്ങൾക്കിടയിലെ ഐക്യത്തിന്റെയും ശക്തമായ പ്രതീകമായിരുന്നു അത്. 2019 നിർമ്മാണം ആരംഭിച്ച ഈ ക്ഷേത്രം ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനവും കഴിവും കലാപാരമ്പര്യവും ചേർന്നാണ് യഥാർത്ഥമായത്. UAEയിലെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 ശിഖരങ്ങൾ, മനോഹരമായ കൽത്തൂണുകൾ, അതിശയിപ്പിക്കുന്ന കൊത്തുപണികൾ. ഇവിടെ കാണുന്ന ഓരോ കല്ലിനും പറയാനൊരു കഥയുണ്ട്. രാമായണവും മഹാഭാരതവും ഭാഗവതവും മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളുടെയും ചരിത്രങ്ങളുടെയും അടയാളങ്ങളും ഈ ക്ഷേത്രത്തിന്റെ കൊത്തുപണികളിൽ കാണാം. ഇന്ത്യൻ സംസ്കാരത്തിനൊപ്പം അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടാമിയൻ പാരമ്പര്യങ്ങളും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈ കാഴ്ചകൾ മനുഷ്യ ചരിത്രം അതിരുകളില്ലാത്തതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2024 ലോക ജനതയ്ക്കായി തുറന്ന ഈ ക്ഷേത്രം ഇന്നൊരു വിശ്വാസത്തിന്റെ മാത്രം കേന്ദ്രമല്ല. വ്യത്യസ്ത മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കണം എന്നതിന്റെ മനോഹരമായ പ്രതീകമാണ് ഇത്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത നമ്മുടെ കേരളീയരുടെ മനസ്സിനോട് വളരെ അടുത്താണ്. ഇവിടെയുള്ള അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ ശബരിമലയുടെ ഓർമ്മകൾ ഉണർത്തുന്ന 18 പടികളോട് കൂടിയ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മരുഭൂമിയുടെ മണലിൽ നിൽക്കുമ്പോഴും ഒരു മലയാളിയുടെ മനസ്സിൽ സ്വന്തം നാടിന്റെയും സ്വന്തം വിശ്വാസത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് അത്. മനുഷ്യന്റെ മനസ്സിലെ സ്നേഹവും സമാധാനവും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അബുദാബിയിലെ നമ്മുടെ ഈ ബാബ്സ് ഹിന്ദു മന്ദിരം ഒരു ക്ഷേത്രം മാത്രമല്ല, മനുഷ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മത സൗഹൃദത്തിന്റെയും കല്ലിൽ കൊത്തിയെടുത്ത ഒരു മനോഹരമായ സന്ദേശമാണ്.